In this video, we are going to discuss about operators in C++. Operators are the tokens used to perform operations on variables and values. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞു based on the number of operands needed for an operation. ഒരു ഓപ്പറേഷൻ ആവശ്യമായ ഓപ്പറൻസിൻ്റെ എണ്ണത്തെ അനുസരിച്ച് നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. യൂണറി ഓപ്പറേറ്റർ, ബൈനറി ഓപ്പറേറ്റർ, ടെർണറി ഓപ്പറേറ്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സിന് അതിൻ്റെ നാച്ചർ ഓഫ് ഓപ്പറേഷൻസ് വെച്ചാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ഓഫ് ഓപ്പറേഷൻസ്, operators can be classified into 5. They are arithmetic operators, relational operators, logical operators, input-output operators, and assignment operator. Arithmetic operators നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. So it is used for, these operators are used for performing arithmetic operations. Arithmetic operators യൂസ് ചെയ്യുന്നത് arithmetic operations like addition, subtraction, multiplication, division എന്നിവ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ arithmetic operators യൂസ് ചെയ്യുന്നത്. C++ൽ 5 arithmetic operators ആണുള്ളത്. They are plus, minus, into, div and modulo operator. So plus is used for addition, minus for subtraction, സ്റ്റാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാർ ആണ് C++ൽ യൂസ് ചെയ്യുന്നത്. ഡിവിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ബാക്ക്സ്ലാഷ് ഓപ്പറേറ്റർ. ആൻഡ് ദിസ് ലാസ്റ്റ് വൺ മോഡുലോ ഓപ്പറേറ്റർ ഇസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ റിമൈൻഡർ ആഫ്റ്റർ ഡിവിഷൻ. നമുക്ക് റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മോഡുലോ ഓപ്പറേറ്റർ അല്ലെങ്കിൽ മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഓപ്പറേറ്ററാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. Relational operators are used for comparing numeric data. So this operator, ഈ relational operators യൂസ് ചെയ്യുന്നത് ന്യൂമറിക് ഡാറ്റകളെ കമ്പയർ ചെയ്യാനാണ്. സോ കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളിവിടെ ഉണ്ടാകുന്നത് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ്, വലുതാണോ ചെറുതാണോ എന്ന രീതിയിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ആ കറസ്പോണ്ടിങ് വാല്യൂസ് ഗ്രേറ്റർ ആണോ ലെസ്സർ ആണോ. സോ ബേസ്ഡ് ഓൺ ദാറ്റ് റിലേഷണൽ ഓപ്പറേഷൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ഓർ യെസ് ഓർ നോ. സോ C++ൽ ട്രൂവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ട്രൂ അല്ലെങ്കിൽ യെസ്, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1 എന്നാണ്. ഫോൾസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 0. So there are 6 relational operators in C++. They are less than, greater than, equal to എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് 2 ഈക്വൽ ആണ്. നമ്മളെ C++ൻ്റെ കേസിൽ ഈക്വൽ ടു എന്ന് പറയുന്ന സമയത്ത് 2 ഈക്വൽ, ഇതിനെയാണ് നമ്മൾ ഈക്വൽ ടു എന്ന് പറയുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ, ലെസ് ദാൻ ഈക്വൽ നമ്മൾ മാത്സിൽ യൂസ് ചെയ്യുന്ന പോലെ അല്ല ഇവിടെ C++ൽ യൂസ് ചെയ്യുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ, ഈ സിമ്പിളാണ് നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ യൂസ് ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, നോട്ട് ഈക്വൽ. സോ ഇങ്ങനെ 6 ഓപ്പറേറ്റേഴ്സാണ് C++ൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് കമ്പാരിസന് വേണ്ടി യൂസ് ചെയ്യുന്നത്, കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആർ ദ ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് ഫോർ കമ്പയറിംഗ് ദ വാല്യൂസ്. സോ കമ്പാരിസന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് ലെസ് ദാൻ, greater than, equal to, less than or equal to, greater than or equal to, not equal to. സോ ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ട്രൂ മീൻസ് 1, ഫാൾസ് മീൻസ് 0. C++ൻ്റെ നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ട്രൂവിനെ 1 ആയിട്ടും ഫാൾസിന് 0 ആയിട്ടുമാണ് സ്റ്റോർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ലെസ് ദാൻ 1 ലെസ് ദാൻ 2 കമ്പയർ ചെയ്യുന്നത്. ലെസ് ദാൻ 1 ലെസ് ദാൻ 2 ആണോ? 1 ലെസ് ദാൻ 2 ആണ് അല്ലേ? ആണ് എന്ന് പറയുമ്പോൾ ട്രൂ ആണ്. സോ ട്രൂ മീൻസ് 1, ദാറ്റ് ഇസ് ദ റിസൾട്ട്. ഗ്രേറ്റർ ദാൻ 1 ഗ്രേറ്റർ ദാൻ 2, 1 ഗ്രേറ്റർ ദാൻ 2 അല്ല. സോ ആൻസർ ഇസ് ഫോൾസ്, ഫോൾസ് ഓർ 0.
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ട്രൂ ആണ് അല്ലേ? 2 ഒന്നിനേക്കാൾ ചെറുതോ ഈക്വലോ ആണ്, ചെറുതാണ്. അപ്പോൾ ആൻസർ അവിടെ ട്രൂ ആണ്. എഗെയിൻ ആൻസർ ഇസ് ട്രൂ അല്ലെങ്കിൽ 1. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 1 2വിനേക്കാൾ ഗ്രേറ്റർ അല്ല. സോ ആൻസർ ഇസ് ഫോൾസ്. ഈക്വൽ 1 ഈക്വൽ ടു 2 1 ഉം 2 ഈക്വൽ അല്ല. സോ ആൻസർ ഇസ് ഫോൾസ്. നോട്ട് ഈക്വൽ ടു 1 നോട്ട് ഈക്വൽ ടു 2 അതെ 1 2വിനോട് ഈക്വൽ അല്ല. സോ ആൻസർ ഇസ് ട്രൂ. ഇങ്ങനെയാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ട്രൂ മീൻസ് 1, false means 0. So there are 6 relational operators in C++. They are less than, greater than, less than or equal to, greater than or equal to, and not equal to. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഒന്നിലധികം കമ്പാരിസൺസിനെ കമ്പൈൻ ചെയ്യിക്കാനാണ്, അല്ലെങ്കിൽ ഒന്നിലധികം കണ്ടീഷൻസ് വരുമ്പോൾ അതിനെ കമ്പൈൻ ചെയ്യിക്കാനാണ്. അപ്പോൾ ഒന്നിലധികം കമ്പാരിസൺസ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം കണ്ടീഷൻസ് വരികയാണ്. അങ്ങനത്തെ കേസുകളെ കമ്പൈൻ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. സ്വാഭാവികമായിട്ടും ഇവിടെയും റിസൾട്ട് എന്താ ഉണ്ടാവുക? ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. കാരണം ഒന്നിലധികം കമ്പാരിസൺസ് വരുമ്പോൾ അതിനെ കമ്പൈൻ ചെയ്യിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെയും റിസൾട്ട് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. There are 3 logical operators in C++. They are logical AND എന്നുള്ള ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് ഈ സിമ്പിളാണ്. ലോജിക്കൽ OR, ലോജിക്കൽ NOT. So logical operators are used to combine 2 or more conditions or comparisons. So സ്വാഭാവികമായിട്ടും റിസൾട്ട് ട്രൂ ഓർ ഫോൾസ് ആണ്. CPP-ൽ 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. സോ ആൻഡ് ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ 2 ആംപർസെൻഡ് സിമ്പിൾ. ഇതിന് ആംപർസെൻഡ് സിമ്പിൾ എന്താ പറയുക? സോ 2 ആംപർസെൻഡ് സിമ്പിളിന് നമുക്ക് കൂടി ചേർന്ന് നമ്മൾ ലോജിക്കൽ ആൻഡ് എന്ന് പറയും. ആൻഡ് ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത, 2 or 2-ലധികമോ കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്ത് കമ്പൈൻ ചെയ്യിക്കുമ്പോൾ അതിലെ എല്ലാ കണ്ടീഷൻസും അല്ലെങ്കിൽ എല്ലാ കമ്പാരിസൺസും ട്രൂ ആയാലേ റിസൾട്ട് ട്രൂ ആവുള്ളൂ. ഒന്നിലധികം കമ്പാരിസൺസ് അല്ലെങ്കിൽ കണ്ടീഷൻസിനെ കൂട്ടിച്ചേർക്കാനാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലെ എല്ലാ കണ്ടീഷൻസും ട്രൂ ആയാലേ റിസൾട്ട് ട്രൂ ആവുള്ളൂ. ഇനി ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി, ആ റിസൾട്ട് ട്രൂ ആവും. ഏതെങ്കിലും ഒരു റിസൾട്ട് ട്രൂ ആയാൽ മതി. എല്ലാ റിസൾട്ടും ഫോൾസ് ആയാൽ മാത്രമേ ലോജിക്കൽ ഓറിൻ്റെ കേസിൽ റിസൾട്ട് ഫോൾസ് ആവുള്ളൂ. ഏതെങ്കിലും ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പാരിസൺ അതിൽ ട്രൂ ആയി കഴിഞ്ഞാൽ റിസൾട്ട് എന്തായി? ട്രൂ ആയി. ലാസ്റ്റ് വൺ ലോജിക്കൽ നോട്ട്. ലോജിക്കൽ നോട്ട് മീൻസ് ഇറ്റ് ഈസ് എ റിവേഴ്സ് ഓഫ് ദ റിസൾട്ട്. ഇതൊരു യൂണറി ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു കണ്ടീഷൻ കൊടുത്തു, ആ നോട്ട് ആ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ റിസൾട്ട് ട്രൂ ആണെങ്കിൽ അതിനെന്താക്കും? ഫോൾസ് ആയിരിക്കും. സോ റിവേഴ്സ് ദ റിസൾട്ട്, അതിനെ ഓൾട്ടർ ചെയ്യുക, റിസൾട്ടിനെ നേരെ റിവേഴ്സ് ആക്കുന്ന ഓപ്പറേറ്ററാണ് ലോജിക്കൽ നോട്ട്. എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ കമ്പയറിങ് 2 or more കണ്ടീഷൻസ് അല്ലെങ്കിൽ 2 or more കമ്പാരിസൺ. ഇവിടെ 2 കണ്ടീഷൻ ഉണ്ട്. 5 less than 2, 5 greater than 3. അപ്പോൾ നമ്മൾ പറഞ്ഞു ലോജിക്കൽ ആൻഡ് ആണെങ്കിൽ എല്ലാ കണ്ടീഷൻസും ട്രൂ ആയാലേ റിസൾട്ട് എന്താവുള്ളൂ? ട്രൂ ആവുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കൂ, 5 less than 2, 5 2വിനേക്കാൾ ലെസ് ദാൻ ആണോ? അല്ല. സോ ഇവിടെ 0, റിസൾട്ട് 0 വന്നു. 5 greater than 3, അത് ശരിയാണ്. അപ്പോൾ ഒന്ന് ഫോൾസുമായി ഒന്ന് ട്രൂവുമായി, അപ്പോൾ റിസൾട്ട് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. കാരണം ലോജിക്കൽ ആൻഡിൻ്റെ കേസിൽ എല്ലാ കണ്ടീഷൻസും ട്രൂ ആയാലേ റിസൾട്ട് എന്താവുള്ളൂ? ട്രൂ ആവുള്ളൂ. ഇനി ഇവിടെ 5 less than 2 ഫോൾസ് ആണ്. 5 greater than 3 അത് ട്രൂ ആണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഓർ ഓപ്പറേറ്ററാണ്. അപ്പോൾ ഓർ ഓപ്പറേറ്ററിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ റിസൾട്ട് എന്തായി? ട്രൂ ആയി. അപ്പോൾ ഇവിടെ ഈ ഒരു കേസ് ട്രൂ ആയതുകൊണ്ട് റിസൾട്ട് എന്താണ്? ട്രൂ ആണ്. ലാസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞു നോട്ട്. നോട്ട് എന്ന് പറഞ്ഞാൽ യൂണറി ഓപ്പറേറ്റർ. അപ്പോൾ ഒറ്റ കണ്ടീഷനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ 5 less than 2 ഇവിടെയാണ് നോട്ട് കൊടുത്തുള്ളത് കണ്ടോ.
അപ്പോൾ 5 ലെസ് ദാൻ 2, 5 ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ എന്താ? 2 5-നേക്കാൾ ചെറുതാണോ? അല്ല, റിസൾട്ട് ഫോൾസ് ആണ്. പക്ഷെ നോട്ട് ഫോൾസ് എന്ന് പറയുമ്പോൾ എന്താ? ട്രൂ. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ള ആൻസറിന് നേരെ ഉൾട്ടാക്കുന്ന കേസാണ് നോട്ട് ഓപ്പറേറ്റ്. അതിന് റിവേഴ്സ് ആക്കുന്ന കേസ്. അപ്പോൾ 5 ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഫോൾസ് ആണ്. പക്ഷേ നോട്ട് ഫോൾസ് എന്ന് പറയുമ്പോൾ റിസൾട്ട് എന്തായി? ട്രൂ ആയി. അപ്പോൾ ഇവിടെ ഒറ്റ കണ്ടീഷനെ ലോജിക്കൽ നോട്ടിൻ്റെ കേസിൽ യൂസ് ചെയ്യുള്ളൂ. സോ ഇങ്ങനെ 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്: ആൻഡ്, ഓർ, നോട്ട്. സോ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു കമ്പൈൻ 2 or more conditions or comparisons. So again here the result is either true or false. ലോജിക്കൽ ആൻഡ് നമ്മളൊന്നുകൂടി ഡീപ്പായിട്ട് പറയാം. ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടീഷൻസ് ആണ്. കണ്ടീഷൻ ആണ് റിലേഷണൽ എക്സ്പ്രഷൻസ് ആണ്. സോ ഇഫ് 2 റിലേഷണൽ എക്സ്പ്രഷൻ മീൻസ് 2 കണ്ടീഷൻസ്. കാരണം ഇവിടെ റിലേഷൻസ് യൂസ് ചെയ്യുന്നത് എക്സ്പ്രഷൻ, ഇതിനെ നമ്മൾ എക്സ്പ്രഷൻ എന്നാണ് പറയുക. അപ്പോൾ റിലേഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്ത എക്സ്പ്രഷൻ ആയതുകൊണ്ട് നമ്മൾ പറയുന്നു റിലേഷണൽ എക്സ്പ്രഷൻ. സോ ഇഫ് 2 റിലേഷണൽ എക്സ്പ്രഷൻസ് E1 and E2 are combined using logical AND operation, the result will be true only if both E1 and E2 have values 1. അപ്പോൾ 2 എക്സ്പ്രഷൻസ്, ലെറ്റ് ഇറ്റ് ബി E1 and E2, ഈ 2 എക്സ്പ്രഷൻസിനെയും നമ്മൾ ആൻഡ് ഓപ്പറേറ്റർ വെച്ചാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ ഇതിലെ റിസൾട്ട് എല്ലാ കേസസും റിസൾട്ട് 1 ആയാൽ മാത്രമേ റിസൾട്ട് എന്താവുള്ളൂ? 1 ആവുള്ളൂ. In all other cases the result will be 0. ഇപ്പോൾ നോക്കൂ, ഇതിൽ ഫസ്റ്റ് കേസിൽ E1 എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ്റെ റിസൾട്ട് 0 ആയി, E2 0 ആയി. റിസൾട്ട് എന്താവും? 0. കാരണം എല്ലാ കേസസും 1 ആയാലും റിസൾട്ട് 1 ആവുള്ളൂ. ഇവിടെ സെക്കൻഡ് കേസിൽ E1 0 ആയി, E2 1 ആയി, റിസൾട്ട് അഗെയിൻ 0. തേർഡ് കേസിൽ E1 1 ആയി, E2 0 ആയി, അഗെയിൻ റിസൾട്ട് ഈസ് 0. ഫോർത്ത് കേസിൽ E1 ട്രൂ ആയി, E2 ട്രൂ ആയി, അപ്പോൾ റിസൾട്ട് എന്തായി? ട്രൂ ആയി. അപ്പോൾ എല്ലാ കണ്ടീഷൻസും അതിലെ ട്രൂ ആയാൽ മാത്രമേ ലോജിക്കൽ ആൻഡ് വെച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ റിസൾട്ട് ട്രൂ ആവുള്ളൂ. ഏതെങ്കിലും ഒരു കേസ് 0 ആയി കഴിഞ്ഞാൽ റിസൾട്ട് എന്തായി? 0 ആയി. ഓക്കെ, സോ കൺസിഡർ ദിസ് എക്സാമ്പിൾ. 10 greater than 5. 10 greater than 5 ആണോ? ആണ്. 5 10-നേക്കാൾ ഗ്രേറ്റർ ആണ്, ട്രൂ ആണ്. ആൻഡ് 15 ലെസ് ദാൻ 25. 25-നേക്കാൾ ചെറുതാണ് 15, അതും ശരിയാണ്. അപ്പോൾ 1 and 1 എന്താ റിസൾട്ട് വരിക? 1, ട്രൂ ആണ്. അപ്പോൾ 2 കണ്ടീഷനും ഇവിടെ ട്രൂ ആയതുകൊണ്ട് റിസൾട്ട് എന്തായി? ട്രൂ ആയി. ഇനി ഇവിടെ 10 greater than 5 ട്രൂ ആണ്. ആൻഡ് 100 ലെസ് ദാൻ 25. 100 25-നേക്കാൾ ലെസ് ആണ്, അല്ല. അപ്പോൾ ഇത് 0 ആയി. 1 and 0 റിസൾട്ട് എന്തായി? 0. ഇപ്പോൾ ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്ററിൻ്റെ കേസിൽ എല്ലാ കണ്ടീഷൻസും ട്രൂ ആയാലേ റിസൾട്ട് എന്താവുള്ളൂ? ട്രൂ ആവുള്ളൂ. ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ. ഇഫ് 2 റിലേഷണൽ എക്സ്പ്രഷൻസ് E1 and E2 are combined using logical OR operation, the result will be 0 only if both E1 and E2 are having value 0. In all other cases, the result will be 1. നേരത്തെ പറയേണ്ട ഓപ്പോസിറ്റ് ആണ് ഓർ. അതായത് E1 E2 2 എക്സ്പ്രഷൻസ് ആണ്. എന്ത് എക്സ്പ്രഷനാണ്? റിലേഷണൽ എക്സ്പ്രഷൻ. റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ്പ്രഷൻസിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്താണ്? റിലേഷണൽ ഓപ്പറേറ്റർ ആയിരിക്കും. സോ ഹിയർ 10 greater than 5 is a relational expression. 100 less than 25 is another relational expression. സോ അതിനെ കമ്പൈൻ ചെയ്യിക്കാനാണ്, അല്ലെങ്കിൽ ഒന്നിലധികം കണ്ടീഷൻസിനെ കമ്പൈൻ ചെയ്യിക്കാനാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഓറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ 0 ആയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ 1 ആയി കഴിഞ്ഞാൽ റിസൾട്ട് 1 ആവും. എല്ലാ കണ്ടീഷൻസും 0 ആയാലേ എന്താവുള്ളൂ? റിസൾട്ട് 0 ആവുള്ളൂ. സോ ഫസ്റ്റ് കേസിൽ E1 0 ആണ്, E2 0 ആണ്. 0 മീൻസ് ഫോൾസ്. 2 കണ്ടീഷനും ഫോൾസ് ആണ്. റിസൾട്ട് എന്താവും? ഫോൾസ് ആവും. സെക്കൻഡ് കേസിൽ E1 ഫോൾസ് ആണ്, പക്ഷേ E2 ട്രൂ ആണ്. സ്വാഭാവികമായിട്ട് റിസൾട്ട് എന്തായി? ട്രൂ ആയി. കാരണം ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ട്രൂ ആയാൽ റിസൾട്ട് ട്രൂ ആണ്. തേർഡ് കേസിലും അതെ, ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആയി, സെക്കൻഡ് കണ്ടീഷൻ ഫോൾസ് ആയി, റിസൾട്ട് എന്തായി? ട്രൂ ആയി. In the last case, both conditions are true. The result is true. അപ്പോൾ ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ റിസൾട്ട് ട്രൂ ആവും. എല്ലാ കണ്ടീഷൻസും ഫോൾസ് ആയാൽ മാത്രമേ റിസൾട്ട് എന്താവുള്ളൂ? ഫോൾസ് ആവുള്ളൂ.
So for example, 10 greater than 5. 10 5നേക്കാൾ ഗ്രേറ്റർ ആണ് അല്ലേ, റിസൾട്ട് 1 ആണ്. 100 ലെസ് ദാൻ 25. 25നേക്കാൾ ലെസ് ദാൻ ആണോ 100? അല്ല, പക്ഷെ ഇവിടെ 1 ആണ്, ഇവിടെ 0 ആണ്. പക്ഷെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ റിസൾട്ട് എന്താവും? ട്രൂ ആവും. അപ്പോൾ ആൻസർ എന്തായി? ട്രൂ. സെക്കൻഡ് വേറെ എക്സാമ്പിൾ, 10 greater than 15. 10 15നേക്കാൾ ഗ്രേറ്റർ ആണോ? അല്ല, റിസൾട്ട് ഈസ് 0. 100 ലെസ് ദാൻ 90. 100 90നേക്കാൾ ലെസ് ദാൻ ആണോ? അല്ല, അപ്പോൾ രണ്ട് കണ്ടീഷൻ ഇവിടെ ഫോൾസ് ആയി, 0 ആണ്. സോ അത് കമ്പൈൻ ചെയ്യിക്കുമ്പോൾ റിസൾട്ട് എന്തായി? 0. അപ്പോൾ ലോജിക്കൽ ഓർ ഓപ്പറേറ്ററിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ റിസൾട്ട് എന്താവും? ട്രൂ ആവും. എല്ലാ കണ്ടീഷൻസും ഫോൾസ് ആയാൽ മാത്രമേ റിസൾട്ട് ഫോൾസ് ആവുള്ളൂ. Logical not operator. So this operator is used to negate the result of a relational expression or reverse the result. എന്താണോ കിട്ടിയിട്ടുള്ളത് അതിനെ റിവേഴ്സ് ചെയ്യിക്കുന്ന ഓപ്പറേറ്ററാണ് ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ. സോ ഇറ്റ് ഈസ് എ യൂണറി ഓപ്പറേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്പറൻ്റേ ഉള്ളൂ. ഇവിടെ ഒരു ഓപ്പറൻ്റ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്പ്രഷനേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കണ്ടീഷനേ ഉണ്ടാവുള്ളൂ ഈ ഓപ്പറേറ്ററിൻ്റെ കൂടെ. സോ ഇതിങ്ങനെയാണ് നമ്മൾ ലെറ്റ് ഇറ്റ് ബി ഈവൺ ഈസ് എൻ എക്സ്പ്രഷൻ, ഒറ്റ എക്സ്പ്രഷനേ ഉണ്ടാവുള്ളൂ. നോട്ട് ഈവൺ, അപ്പോൾ ഈവൻ്റെ വാല്യൂ 0 ആയി, നോട്ട് ഈവൺ എന്ന് പറയുമ്പോൾ അത് ഫോൾസ് ആയി. സോറി, ഈവൻ്റെ കേസ് ഇവിടെ 0 മീൻസ് ഫോൾസ് ആയി. അപ്പോൾ നോട്ട് ഈവൺ എന്ന് പറയുമ്പോൾ റിസൾട്ട് എന്തായി? ട്രൂ ആയി. അതിനെ റിവേഴ്സ് ചെയ്തു. ഇവിടെ സെക്കൻഡ് കേസിൽ ഈവൺ ട്രൂ ആയി, പക്ഷേ നോട്ട് ഈവൺ എന്ന് പറയുമ്പോൾ എന്തായി? ഫോൾസ് ആയി. അപ്പോൾ ട്രൂ ആണെങ്കിൽ അതിനെ ഫോൾസ് ആക്കുക, ഫോൾസ് ആണെങ്കിൽ അതിനെ ട്രൂ ആക്കുക. ഇങ്ങനെ ആൻസറിനെ റിവേഴ്സ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ അതിനെ നെഗേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് എ യൂണറി ഓപ്പറേഷൻ, സോ ഇറ്റ് നീഡ്സ് ഓൺലി വൺ എക്സ്പ്രഷൻ ഓർ വൺ കണ്ടീഷൻ. സോ ലെറ്റ് ഇറ്റ് ബി, ഇവിടെ നോക്കൂ എക്സാമ്പിളിൽ 100 ലെസ് ദാൻ 2. 100 ലെസ് ദാൻ 2 ആണോ? അല്ല, 0 ആണ് ആൻസർ. പക്ഷെ നോട്ട് 0 എന്ന് പറയുമ്പോൾ എന്തായി? 1 ആയി. 100 ഗ്രേറ്റർ ദാൻ 2, അതെ 2നേക്കാൾ വലുതാണ് 100, അപ്പോൾ ട്രൂ ആയി. നോട്ട് 1, എന്താ ആൻസർ? 0 അല്ലെങ്കിൽ false. So these are the three logical operators. അടുത്ത ഓപ്പറേറ്റർ ക്ലാസിഫിക്കേഷൻ ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. ഇൻപുട്ട് മീൻസ് നമ്മൾ കീബോർഡിലൂടെ എൻ്റർ ചെയ്യുന്ന ഡാറ്റ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിനെയാണ് ഇൻപുട്ട് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇവിടെ കീബോർഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കീബോർഡിലൂടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ദിസ് വൺ. 2 ലെസ് ദാൻ സിമ്പിൾ കണ്ടില്ലേ, ഇതാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ. സോ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ ഓർ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. ഇനി ഫോർ ഔട്ട്പുട്ടിങ് ദ ഡാറ്റ, ഔട്ട്പുട്ടിങ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ മെമ്മറി ടു മോണിറ്റർ. നമ്മൾ മോണിറ്ററാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസ് മോണിറ്ററാണ്. അപ്പോൾ നമുക്ക് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യുന്നത് മോണിറ്റർ ആയതുകൊണ്ട് മോണിറ്ററിലേക്ക് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് 2 ലെസ് ദാൻ സൈൻ ദിസ് വൺ. ഇതാണ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. ഷീ ഈസ് ആൾസോ കോൾഡ് പുട്ട് ടു ഓപ്പറേറ്റർ ഓർ ഇൻസേർഷൻ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ രണ്ട് ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ഇൻപുട്ട് ഓപ്പറേറ്ററാണ് 2 ലെസ് ദാൻ സൈനുള്ള ഓപ്പറേറ്റർ, വിച്ച് ഈസ് ആൾസോ നോൺ ആസ് ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയും. ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. ആൻഡ് ദിസ് വൺ 2 ലെസ് ദാൻ സിമ്പിളാണ് ഔട്ട്പുട്ട് ഓപ്പറേറ്ററായി യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് പുട്ട് ടു ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഇൻസേർഷൻ ഓപ്പറേറ്റർ. സോ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. സോ ഇവിടെ ഈ ഓപ്പറേറ്റർ നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നാണ് പറയുക, ഈക്വൽ ടു അല്ല. ഈക്വൽ ടു നമ്മൾ യൂസ് ചെയ്യുന്നത് റിലേഷണൽ ഓപ്പറേറ്ററിലാണ്. അവിടെ 2 ഈക്വൽ ടു ആണ് നമ്മുടെ കേസിൽ ഈക്വൽ ടു കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ C++ൽ ഈ ഓപ്പറേറ്റർ, ഈ സിംഗിൾ ഈക്വൽ എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആയിട്ടാണ്. അസൈനിങ് എ വാല്യൂ ടു എ വേരിയബിൾ ഓർ അസൈനിങ് എ വാല്യൂ ടു എ ലൊക്കേഷൻ. സോ ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. സോ ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ എ വാല്യൂ ഇൻ എ മെമ്മറി ലൊക്കേഷൻ. ഒരു വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യാൻ. ഇറ്റ് ഈസ് എ ബൈനറി ഓപ്പറേറ്റർ. അപ്പോൾ 2 ഓപ്പറൻറ്റ് വേണം അല്ലേ. ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ 2 ഓപ്പറൻറ്റ് വേണം. അപ്പോൾ ഒരു ഓപ്പറൻറ്റ് എന്തിനാണ്? അതൊരു വേരിയബിൾ ആവാം, വേരിയബിൾ ആയിരിക്കും. കാരണം വേരിയബിൾ എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷൻ നമ്മൾ കീപ്പ് ചെയ്യുന്നത്, മെമ്മറിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വേരിയബിളായിട്ടാണ് അല്ലേ. ഒരു മെമ്മറിക്ക് കൊടുക്കുന്ന ആ മെമ്മറിയുടെ പേരിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ അതിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ
നമ്മൾ എന്തായിരിക്കും ആ വാല്യൂ ഒന്നെങ്കിൽ വേരിയബിൾ ആവാം അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. So the first operand should be a variable where the value of the second operand is to be stored. For example, ഇവിടെ a assign b equal to നമ്മൾ പറയുന്ന അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്നാണ്. സോ a equal to b എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ബിയിലെ വാല്യൂ എയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. സോ ഹിയർ a and b are variables. രണ്ടും വേരിയബിൾ ആണ്. ഇപ്പോൾ ഒരു ലൊക്കേഷനിലെ വാല്യൂ മറ്റൊരു ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. a equal to 3 means a constant value. ഇവിടെ 3 ഒരു ഫിക്സഡ് വാല്യൂ ആണ്. ഈ വാല്യൂ എവിടേക്ക് സ്റ്റോർ ചെയ്യുന്നു? a എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, അല്ലെങ്കിൽ a എന്ന ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. സോ ഇങ്ങനെ ഒരു വാല്യൂ മെമ്മറി ലൊക്കേഷനിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. സോ based on the nature of operation, operators can be classified into 5. They are arithmetic operator, relational operator, logical operator, input output operator and assignment operator.